അഡിയോസ് അമിഗോസ്. അഡിയോസ് അമിഗോ അസ്ഥിക്ക് പിടിച്ചുപോയ ഒരു സിനിമയാണ്. സിനിമ കണ്ട ദിവസങ്ങളായിട്ടും മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാത്ത രണ്ട് കഥാപാത്രങ്ങൾ. ജീവിത ദൈന്യതകളുടെ നേർചിത്രം സുരാജിന്റെ ബോസും ജീവിതാഡംബരങ്ങളിലെ കഥയില്ലായ്മയുടെ ആസിഫിന്റെ കൂട്ടുകാരനും. ഉജ്ജ്വലമായ രണ്ട് കഥാപാത്ര സൃഷ്ടികൾ. ഒരുപക്ഷെ സിനിമ എന്ന മാധ്യമത്തിന്റെ ആസ്വാദനത്തെ പരമാവധി തൃപ്തിപ്പെടുത്താൻ അഡിയോസിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ അത് പറഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് വ്യക്തികളുടെ ജീവിതങ്ങൾ ഉള്ളുപൊളിക്കുന്നതാണ്. പേരുകൾ പോലും അപ്രസക്തമാകുന്ന കഥാന്ത്യത്തിൽ മാത്രം പേര് വെളിപ്പെടുത്തുന്ന രണ്ട് ജീവിതങ്ങൾ. ഉള്ളവനും ഇല്ലാത്തവനും, ബോസും കൂട്ടുകാരും, ഞാനും നിങ്ങളും അല്ലെങ്കിൽ നിങ്ങളും ഞാനും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലൊരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും നമ്മൾ. കാലിയായ പോക്കറ്റും അത്രമേൽ പണം അനിവാര്യമായ നിമിഷങ്ങളും സങ്കടങ്ങളും പേറി കണ്ണിലിരുട്ട് മൂടിയ ഒരു വേളയിൽ മുന്നിൽ ആദ്യം തെളിയുന്ന പ്രത്യാശയുടെ വഴിയെ നടക്കുന്ന ഒരാൾ. ഒടുവിൽ ആ യാത്ര ഒരു ബാധ്യതയായി മാറുകയും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കൂടെയുള്ളയാളെ ഉപേക്ഷിക്കാൻ മനസ്സ് വരാതെ ദിക്കറിയാതെ നൊമ്പരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേറൊരാൾ. ഇപ്പുറത്ത് തൻ്റെ തന്നെ സ്വഭാവ വൈകല്യങ്ങളിൽപ്പെട്ട് കരകയറാനാവാതെ കഥയറിയാതെ ഉഴലുമ്പോഴും മറ്റൊരുവനെ സഹായിക്കാനുള്ള മനസ്സുള്ള താൻ വരുത്തിവെച്ച വിധിയുടെ പേരിൽ സ്വന്തക്കാരുടെ മുന്നിൽ തോറ്റുപോയ അത്രമേൽ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ കൂടെ മനസ്സിൽ ദുഃഖഭാരവുമായി ഒരു രാത്രി കഴിച്ചു കൂട്ടേണ്ടി വന്ന ഒരവസ്ഥ. കഥാപാത്രങ്ങളൊന്നും മനസ്സിലാക്കിയാൽ ഭയങ്കര ഫീലാണ്. ഒടുക്കം സുരാജിൻ്റെ കഥാപാത്രം പറഞ്ഞു വെക്കുന്നൊരു സത്യമുണ്ട്. ഉള്ളവൻ എന്ത് സംഭവിച്ചാലും കറങ്ങി തിരിഞ്ഞ് വീട്ടുമുട്ട് കിട്ടും, ഇല്ലാത്തവൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും എന്ന പരമമായ സത്യം. ഏറ്റവും ഒടുവിലായി അയാൾ അത്രമേൽ ആഗ്രഹിച്ച പണം അക്കൗണ്ടിലെത്തി എന്ന് പറയാനിറങ്ങി ഓടി വരുന്ന ഒരു രംഗമുണ്ട്. സ്വന്തം ഗതികേടിന് മേൽ വീഴുന്ന സൂരാജിൻ്റെ സന്തോഷ കണ്ണീരും. ഒരു പാവപ്പെട്ടവന് വേണ്ടി തൻ്റെ ജന്മം കൊണ്ട് അത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചല്ലോ എന്ന ആസിഫിൻ്റെ ചിരി. ഇരുവരും ജീവിക്കുകയായിരുന്നു. അജി പീറ്റർ, തങ്കം, മാലാഖയ്ക്ക് ശേഷം എഴുതി വെച്ച രണ്ട് പച്ചയായ മനുഷ്യ ജന്മങ്ങളുടെ കഥ ഒരു സിനിമാ കഥയല്ല, ചുറ്റുപാടുകളുടെ യഥാർത്ഥ ജീവിതം തന്നെയാണ്. ആഷിഖ് ഉസ്മാൻ ടീം സാമ്പത്തിക വിജയങ്ങളിൽ അമിഗോസ് തോറ്റുപോയേക്കാം. പക്ഷേ സിനിമാ പ്രേമികൾക്ക് ഇതൊരു പ്രിയപ്പെട്ട സിനിമയാണ്. ജീവിതത്തിൽ പിഴവുകളുള്ള കൂട്ടുകാരെ ചേർത്ത് നിർത്തേണ്ടി വരുമ്പോഴും ഒരിക്കലും താൻ അനുഭവിക്കുന്ന നിസ്സഹായതകൾ പറയാതെ ഒളിപ്പിച്ചു വെച്ച് അവരെ ചങ്ക് പറിച്ച് സ്നേഹിച്ചു കൊണ്ട് നടക്കുന്ന കുറച്ച് കൂട്ടുകാരുടെ കഥ പറഞ്ഞതിന് ഹൃദയത്തിൽ നിന്നും ഒരു സല്യൂട്ട്.